വിശുദ്ധ കുർബാന ബോറടിക്കാറുണ്ടോ? ഇതിനകത്തൊക്കെ വല്ല കഥയുണ്ടോ? ഈ അപ്പത്തിനകത്തും വീഞ്ഞിനകത്തും ഈശോ വന്നിരിക്കും, ഈശോയുടെ തിരുശരീരമാണ്, ഈശോയുടെ തിരുരക്തമാണ്, ഈശോ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? ഇങ്ങനെയൊക്കെ സംശയം തോന്നാറുണ്ടോ? നമ്മുടെ ശരീരത്തിന് ഒരു ക്ഷീണം വന്ന, ഒരു തളർച്ച വന്ന, ഒരു ആരോഗ്യ പ്രശ്നം വന്ന നമ്മൾ അതിന് വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കും അല്ലേ? അതിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കും. ഒരു ഇച്ചിരി BP താന്ന, കുറച്ച് ഉപ്പ് കൊടുക്കും, അല്ലെങ്കിൽ ഷുഗർ താന്ന, പഞ്ചസാര കൊടുക്കും. ഇങ്ങനെ എന്താണോ ആ ശരീരത്തിന് ആവശ്യമുള്ളത് അത് നമ്മൾ കൊടുത്ത് ശരീരത്തിന് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത് ശരീരത്തിന് അതിന് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെ കൊണ്ടുനടക്കാൻ നമ്മൾ ചിന്തിക്കും. ഇനിയിപ്പോൾ പ്രശ്നം നമ്മുടെ ആത്മാവിന്റെ കാര്യത്തിലാണ്. ഈ ആത്മാവിനെ നമ്മൾ പട്ടിണി കിടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായില്ലേ? ആഴ്ചയിൽ ഒരിക്കൽ കുർബാനയ്ക്ക് പോകണം എന്ന് തിരുസഭ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും. ഇനി ചിലരാണെങ്കിലോ അത് ചിലപ്പോൾ നമുക്ക് പറ്റുമ്പോഴായിരിക്കും, സൗകര്യം കിട്ടുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ അങ്ങ് പോകും. ശരിക്കും ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കിക്കേ. ഇതേ ഡെയിലി ബ്രെഡാ. നമ്മൾ എന്നും പ്രാർത്ഥിക്കും, അന്നു വേണ്ടുന്ന ആഹാരം തരണേന്ന് സ്വർഗ്ഗസ്നാപിതാവിനകത്ത്. എന്നിട്ടോ ഈ ആത്മാവിന് നമ്മൾ അന്നു വേണ്ട ആഹാരം കൊടുക്കാറുണ്ടോ? കൊടുത്താൽ തന്നെയോ ഇത് എപ്പോഴാ തീരുന്നതെന്ന് ഓർത്ത് അങ്ങ് ഒരൊറ്റ കഴിക്കൽ കഴിക്കും. എങ്ങനെയാ ആത്മാവിന് ആരോഗ്യം ഉണ്ടാകുന്നത്? പിന്നെ ഈ ആത്മാവിന് സംശയം തോന്നുകയും ഈ അപ്പത്തിനകത്തും ഈ വീഞ്ഞിനകത്തൊക്കെ ഈശോ ഉണ്ടോ സംശയം തോന്നുകയും ഇതൊക്കെ വിശ്വാസമാണോ, ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ സംശയം തോന്നുകയും ചെയ്യുന്നതിനകത്ത് എന്താ എത്ര അത്ഭുതമായിരിക്കില്ലേ? വിശുദ്ധ കുർബാനയിലെ ഈശോയെ തന്നെ ആത്മാവിനുള്ള ഭക്ഷണമായിട്ട് അവിടുത്തെ തിരുഹൃദയം തന്നെ, അവിടുത്തെ തിരുരക്തം തന്നെ നമുക്ക് മുറിച്ച് വിളമ്പുക. അത് ആണ്ടിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ നമുക്ക് എപ്പോഴെങ്കിലും പറ്റുമ്പോഴോ മാത്രം സ്വീകരിക്കേണ്ടതല്ല കേട്ടോ. ഇത് സ്വർഗത്തിന്റെ അപ്പ, ഈശോയുടെ സമ്മാനമാണ്, ആബാപിതാവിന്റെ സമ്മാനമാണ്. നമ്മുടെ ആത്മാവിനുള്ള ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. അത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ഒത്തിരി കാര്യങ്ങളിൽ, വിശ്വാസത്തിന്റെ കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടാവും. വിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായിട്ട് ഒരല്പസമയം നമ്മൾ നിന്ന് ഈശോയെ നിന്റെ സ്നേഹം തരണേ, നിന്റെ സ്നേഹം അനുഭവിക്കാൻ തരണേ എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദിവ്യരഹസ്യം, ആ ദിവ്യ സ്നേഹം ഈശോ നമുക്ക് അതേപടി തരും കേട്ടോ. സഭ എന്നും വിരൽ ചൂണ്ടുന്നത് പരിശുദ്ധ കുർബാനയിലേക്കാണ്. മറക്കരുത്.